പന്തളം നഗരസഭയിലെ ബി.ജെ.പി. ഭരണത്തിന് അന്ത്യം. നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും രാജിവെച്ചു. എൽ.ഡി.എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നാളെ നഗരസഭയിൽ ചർച്ച ചെയ്യാൻ ഇരിക്കെയാണ് രാജി. അവിശ്വാസ പ്രമേയം വിജയിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ബി.ജെ.പിയുടെ രാജി നാടകമെന്ന് എൽ.ഡി.എഫ്. ബി.ജെ.പി. ഭരണസമിതിക്കെതിരെ ജനരോക്ഷം രൂക്ഷമായതോടെയാണ് എൽ.ഡി.എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അവിശ്വാസം പാസ്സാകുമെന്ന് ഉറപ്പായതോടെ നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷും വൈസ് ചെയർപേഴ്സൺ യു രമ്യയും രാജിവെക്കുകയായിരുന്നു. അഴിമതി ഭരണത്തിനാണ് അവസാനമായതെന്ന് എൽ.ഡി.എഫ് നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ ലസിത ടീച്ചർ പറഞ്ഞു. ഈ കേരളത്തില് 2 നഗരസഭകളിൽ മാത്രമാണ് ബി.ജെ.പിക്ക് അധികാരമുണ്ടായിരുന്നത്. അതിൽ പന്തളം ഇതാ നിലം പതിക്കാൻ പോവുകയാണ്. അതിന് കാരണമുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഇവിടെ തുടർന്നത് അഴിമതിയാണ്, ജനവിരുദ്ധ നയങ്ങളാണ്. സംസ്ഥാന സർക്കാർ നൽകിയ ഒരു ഫണ്ടും ചെലവഴിച്ചില്ല. സ്വാമി അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ ഈ ബി.ജെ.പിക്കാർ അയ്യപ്പന്റെ മൂലസ്ഥാനമായ വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഏറ്റവും ഒടുവിലായി അവിടെ ഒരു ശൗചാലയം നിർമ്മിക്കാൻ വേണ്ടി ചെയർപേഴ്സൺ കൈക്കൂലി മേടിച്ച കഥ പത്രമാധ്യമങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഭരണസമിതി രാജിവെച്ചതെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വി.എ. സുരേഷ്. പാർട്ടിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നുമില്ല. എൽ.ഡി.എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് ബി.ജെ.പി. അംഗങ്ങളുടെ പിന്തുണ കൂടി ലഭിക്കുമെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് ഭരണസമിതിയുടെ രാജി. യു.ഡി.എഫും അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.